വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വമ്പൻ ഗൂഢാലോചനയാണ് നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ നാടിന്റെ സമാധാനാന്തരീക്ഷം തകർത്ത് തങ്ങൾക്കൊരു മേധാവിത്വം ഉണ്ടാക്കിയെടുക്കാനും കൊടകര കുഴൽപ്പണ കേസിനെ പോലെയുള്ള മറ്റു പല കേസുകളും ഇനി വരാതിരിക്കാനും വേണ്ടിയിട്ട് സംഘികൾ അണിയറയിൽ എടുത്തുകൂട്ടുന്നത് ഞെട്ടിപ്പിക്കുന്ന പണികൾ തന്നെയാണ്. അതെ, കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് സംഘികൾ നേട്ടം കൊയ്തെടുക്കാനുള്ള നീക്കം അണിയറയിൽ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുക. എങ്ങനെയാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതിലേക്ക് നമുക്ക് കടന്നു പോകാം. സോഷ്യൽ മീഡിയയിൽ വ്യാപക ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കും. ഈ ഫേക്ക് അക്കൗണ്ടുകളിലൊക്കെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പേരുകൾ അവർ വെച്ചു കൊടുക്കും. എന്നിട്ട് അവരുമായി ബന്ധപ്പെടുന്ന അഥവാ അവരുടെ മതവുമായി ബന്ധപ്പെടുന്ന ക്രിസ്ത്യൻ പുരോഹിതരുമായി ബന്ധപ്പെടുന്ന പല രീതിയിലുള്ള ചർച്ചകൾ അടങ്ങിയ പോസ്റ്റുകൾ അവരവരുടെ ഐഡിയിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് അതൊരു ക്രിസ്ത്യൻ അക്കൗണ്ടാണ് എന്ന് വരുത്തി തീർക്കും. ഇടയ്ക്കിടയ്ക്ക് മോദിയെ പ്രശംസിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ വ്യക്തമായ വർഗീയ പരാമർശം ഉന്നയിക്കുന്ന പോസ്റ്റുകൾ ആ അക്കൗണ്ടിലൂടെ കടന്നു വരും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളും BJP പറയുന്ന അതേ നിലപാടിലൂടെ കടന്നു പോകുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ ആ അക്കൗണ്ട് ശ്രമിക്കും. നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ചില ആളുകൾ ഈ അക്കൗണ്ട് വഴി പറ്റിക്കപ്പെടും. ചില ആളുകൾ അതിനെതിരെ രംഗത്ത് വരും. ഒറ്റ നോട്ടത്തിൽ നമുക്കതൊരു ഫേക്കായി തോന്നുകയുമില്ല. എന്നാൽ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ തീവ്രത വെച്ചു പുലർത്തുന്ന ആളുകളുമുണ്ട് എന്നുള്ളത് മറ്റൊരു പച്ചയായ സത്യമാണ്. പക്ഷേ ഇതൊക്കെ സംഘികൾ നേട്ടമായി കാണുകയും ഇതിലൂടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നുമുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായി നമുക്ക് ലഭിച്ചത് ക്ലബ് ഹൗസിലെ ചർച്ചകളിലൂടെ തന്നെയാണ്. TG മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് മറക്കാനായിട്ടില്ല. എങ്ങനെയെങ്കിലും ഇവിടെയുള്ള വിഷയങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളെ വെച്ചിട്ട് നമ്മളൊരു തന്ത്രമിറക്കുക എന്നുള്ളതാണ് TG മോഹൻദാസ് പറഞ്ഞത്. ഒപ്പം മോദി അടക്കം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കണ്ണോടിക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ കേരളം നമുക്ക് കിട്ടും എന്ന്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിപ്പിച്ച് ഇവിടെയുള്ള മതേതരവാദികളായ ഹിന്ദു സമുദായത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം അണിയറയിൽ സംഘികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കരുതലോട് കൂടിയായിരിക്കണം നമ്മൾ നോക്കിക്കാണേണ്ടത്. ജാഗ്രത പാലിക്കുക. വലിയ രീതിയിൽ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള സൈബർ വിദ്വാൻമാരെ നമുക്ക് പിടികൂടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നീക്കം എല്ലാവരും തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.